സോ ഇപ്പം ഒരു ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ ഒരു ബാക്ക് ടു ഹോം കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വാടക വീടുകളിലേക്ക് പോയവർക്കും അതുപോലെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലേക്ക് പോയവർക്കും. അപ്പോൾ അതിൽ പല സംഘടനകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫൂമ എന്ന് പറയുന്ന സംഘടന വളരെയധികം അതിലൊരു കോൺട്രിബ്യൂഷൻസും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്മൂത്തറായിട്ട് ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം താങ്ക്സ് അലോട്ട് ഈ ഒരു സപ്പോർട്ടിനും കോപ്പറേഷനൊക്കെ വേണ്ടി. പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായിട്ടൊരു ധാരണയിൽ 400 വീടുകളുടെ ഫർണിച്ചർ മുഴുവൻ ഫർണിച്ചർ എത്തിച്ചു കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിരുന്നു. അത് ഒരു വാഗ്ദാനം മാത്രമല്ല, അത് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പലരും പറയുന്നത് പോലെയല്ല, നടപ്പിലാക്കുക എന്നുള്ളതാണ് ഫിമയുടെ ലക്ഷ്യം. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷന്റെ കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകളും സഹായിച്ചിട്ടുണ്ട്. കോഴിക്കോടും മലപ്പുറം അതുപോലെയുള്ള എല്ലാ ജില്ലകളും സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ല സഹകരിച്ചിട്ടുണ്ട്. അന്നേരം അത് കാരണമാണ് ഇത്ര പെട്ടെന്ന്, ഇതൊരു ഷോർട്ട് നോട്ടീസാണ്. 10 ദിവസമേ ഉള്ളൂ. ആദ്യത്തെ 5 ദിവസം കൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. നമ്മൾ ധരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ച് കഴിയുമ്പോൾ 6 മാസം കഴിയും. 6 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്നുള്ള ധാരണയിലാണ് നമ്മൾ ആ ഒരു ടേംസ് എഗ്രിമെന്റ് കൊടുത്തത്. പക്ഷേ ഇവിടുത്തെ കളക്ടർ അതേ കണക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വാടക വീട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുഖ്യമായിട്ട് ഉദ്ദേശിച്ചത്. അത് കറക്റ്റായിട്ട് തന്നെ ആ സമയത്ത് ആദ്യത്തെ ലോഡ് ഏൽപ്പിച്ച് രണ്ടാമത്തെ ലോഡ് ഇന്ന് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ വാക്ക് പാലിക്കുകയാണ്. ചുമ്മാ ആവശ്യപ്പെട്ട എല്ലാ സാധനവും 2 കട്ടിൽ, ഒരു അൽമാര, ഒരു ഡൈനിങ് സെറ്റ്, ഫ്രണ്ടിലിരിക്കാനുള്ള സിറ്റ് ഔട്ട്, ചെയർ, ടീപ്പോയി, മാട്രസ്, പില്ലോ കവർ, പില്ലോ, അങ്ങനെ മാറ്റ്, ഫ്ലോർ മാറ്റ് ഉൾപ്പെടെയുള്ള അത്യാവശ്യം ഫർണിച്ചറിന്റെ സെക്ഷനിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ 5 ദിവസം നോട്ടീസ് കളക്ടറിൽ പറഞ്ഞ് അതിൽ 5ാമത്തെ ദിവസമാണ് നമ്മൾ 36 ലോഡാണ് അന്ന് കൊടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ ഇച്ചിരി ലോഡ് 22 ലോഡേ ഉള്ളെങ്കിലും പക്ഷേ എല്ലാം വലിയ വണ്ടിയിലാണ്. അന്നത്തേനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 3 കോടിക്ക് മുകളിൽ വരുമെന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് കണക്ക് കൂട്ടുന്നത്. കാരണം ഇത് പല ജില്ലകളിൽ നിന്നും കിട്ടുന്നത് കാരണം ഒരു കടക്കാർ തരുന്നതല്ലേ. അന്നേരം അവർ വിവിധങ്ങളായിട്ടുള്ള ഫർണിച്ചറാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ വളരെ കോസ്റ്റ്ലി ആയിട്ട് ഒരു കട്ടിൽ തന്നെ 16,500 രൂപയുടെ വരെ വിലയുള്ള കട്ടിൽ വരെ നമുക്ക് തന്നിട്ടുണ്ട്. അന്നേരം ആ ഒരു കോസ്റ്റ് നോക്കിയാൽ റഫായിട്ട് ഞങ്ങളുടെ കണക്കൂട്ടലിൽ 3 കോടിക്ക് മുകളിലുണ്ട്. ഇത് നമ്മൾ ഒരു സാധാരണ ഒരു സംഘടന എന്ന് പറയുമ്പം എന്തെങ്കിലും വെച്ചാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സംഘടനയാണ് ഞങ്ങളുടെ. അതിന് മാത്രം ആൾക്കാരുള്ളതല്ല. പക്ഷേ ഏത് പ്രശ്നം എവിടെ ഉണ്ടായാലും, ഇതിനു മുമ്പാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും കൊറോണ ഉണ്ടായപ്പോൾ ആ സമയത്തൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഘടന എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മളോട് കൗൺസിൽ മീറ്റിംഗ് കൂടിയപ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ സഹായങ്ങളും ഞങ്ങൾ ചെയ്തോളാം. അന്നേരം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ശക്തി, അവരുടെ ആത്മാർത്ഥത, അവരുടെ സർവീസ്. ഇത് ടോമി പുലിക്കാട്ടിൽ, സംസ്ഥാന പ്രസിഡന്റ്, ഫിമ.